കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. 2026 മെയ് 4-നായിരുന്നു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ട് വന്നത്. 1964 മെയ് 31-ന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് വി.ഡി. സതീശൻ ജനിച്ചത്. 1964 മെയ് 31-ന് എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും നിയമത്തിൽ മാസ്റ്റർ ബിരുദവുമാണ് ഇദ്ദേഹത്തിനുള്ളത്. 2001 മുതൽ തുടർച്ചയായി 6 തവണ പറവൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി. ആദ്യമായിട്ട് ഇദ്ദേഹം നിയമസഭാ അംഗമായത് 2001-ലാണ്. 2021 മുതൽ 26 വരെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 140 അംഗ നിയമസഭയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് 102 സീറ്റുകൾ നേടി ഭരണത്തിലെത്താൻ സാധിച്ചു. 60 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കേരളത്തിൽ ഒരു മുന്നണിയുടെ പൂർണ്ണ മന്ത്രിസഭ 21 മന്ത്രിമാർ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. മുൻപ് മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 6ാമത്തെ കേരളീയ നേതാവാണ് വി.ഡി. സതീശൻ. 2001-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശന്റെ പ്രധാന എതിരാളി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനാണ്. 7792 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വി.ഡി. സതീശൻ വിജയിച്ചത്. 2026-ലെ വടക്കൻ പറവൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വി.ഡി. സതീശനും LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ മാസ്റ്ററുമായിരുന്നു. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്നുമാണ് പിണറായി വിജയൻ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി UDF സ്ഥാനാർത്ഥി ഡോക്ടർ VP അബ്ദുൾ റഷീദായിരുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയാണ്. 85,327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. വി.ഡി. സതീശന് 20,600 വോട്ടിന്റെ ഭൂരിപക്ഷവും പിണറായി വിജയന് 19,247 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് ലഭിച്ചത്. 2026-ലെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് മണലൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ CPM സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം വിജയിച്ചത്. 2026 ഏപ്രിൽ 23-നാണ് തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടന്നത്. 234 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി. ഇദ്ദേഹം 2 മണ്ഡലങ്ങളിൽ നിന്നുമാണ് ജനവിധി തേടിയത്. പേരാമ്പൂർ ഇൻ ചെന്നൈ ആൻഡ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്. ഇതിൽ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് അദ്ദേഹം നിലനിർത്തിയില്ല. സി ജോസഫ് വിജയുടെ എതിരാളിയായി പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് R.D. ശേഖർ ആണ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് DMK-യുടെ സ്ഥാനാർത്ഥി S. ഇനിയഗോ ഇരുദയരാജും AIDMK-യുടെ സ്ഥാനാർത്ഥി G. രാജശേഖരനും NTK-യുടെ സ്ഥാനാർത്ഥി V. കൃഷ്ണസ്വാമിയുമായിരുന്നു. 2026 ഏപ്രിൽ 23 മുതൽ 29 വരെയാണ് വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ നടന്നത്. 2 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടന്നത്. 2026-ലെ പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭവാനിപൂർ മണ്ഡലത്തിൽ നിന്നുമാണ് സുവേന്ദു അധികാരി വിജയിച്ചത്. ഇദ്ദേഹമാണ് വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായത്. മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായത്. 294 സീറ്റുകളാണ് വെസ്റ്റ് ബംഗാൾ നിയമസഭയിലുള്ളത്. 2026 ഏപ്രിൽ 9-നാണ് അസം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. 126 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അസം നിയമസഭയിൽ 5 തവണ അംഗമായ നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസം മുഖ്യമന്ത്രിയായത്. ജലൂക്ബാരി മണ്ഡലത്തിൽ നിന്നുമാണ് ഇദ്ദേഹം MLA ആയത്. 2026-ലെ അസം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജലൂക്ബാരി മണ്ഡലത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രധാന എതിരാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ബിദിഷ നിയോഗ് ആണ്. 89,434 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ വിജയിച്ചത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായ N. രംഗസ്വാമി 2026-ൽ പ്രതിനിധീകരിച്ച മണ്ഡലം തട്ടാഞ്ചാവാടിയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഓപ്പോണന്റ് ആയിരുന്നത് E. വിനയകമാണ്. 30 ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പുതുച്ചേരി മണ്ഡലത്തിലുള്ളത്.